യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൻ. അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം നിരന്തരം ഇടവിടാതെ അന്വേഷിക്കണം. നിങ്ങൾ ദീർഘസമയം ദൈവവചന ധ്യാനത്തിന് വേണ്ടി വേർതിരിക്കണം. നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വചനത്തിന് മുൻപിലാണ്. ഒന്നുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ്. വചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. നിങ്ങളുടെ വിഷയം അത് എത്ര വലുതായിരുന്നാലും അതിനെ തൊടുവാൻ ശക്തിയുള്ള വചനത്തിന് മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് വചനം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അവൻ്റെ ശക്തിയെ തേടുവിൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് ഒരു ശക്തിയുണ്ട്. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, ആദ്യം മുതൽ കേട്ട ഒരു ശബ്ദം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആ ശബ്ദം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, ശബ്ദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കേട്ടത്, ഞാൻ കണ്ടത് ശബ്ദമല്ല, ഞാൻ കണ്ടത് ഇന്നലകളിൽ കേട്ട ശബ്ദത്തിൻ്റെ ശക്തിയാണ്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇന്നലകളിൽ അവർ കേട്ടു, സ്ത്രീയുടെ സന്തതി വരും, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. എന്നാൽ അവർ അന്ന് കാണുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. ഇന്നലകളിൽ കേട്ട വചനത്തെ ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കണ്ടു. അവൻ്റെ തേജസ് കണ്ടു, അവൻ്റെ ശക്തി കണ്ടു. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. എന്താണ് നിങ്ങളുടെ വിഷയം? അത് രോഗമാണെങ്കിൽ ഒരു വചനം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ ആ വചനത്തെ ഹോൾഡ് ചെയ്ത്, വെയിറ്റ് ചെയ്ത്, അതിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ, അതിൻ്റെ ശക്തി പുറപ്പെടുന്നത് വരെ ക്ലെയിം ചെയ്താൽ, നിങ്ങളൊരു സാക്ഷിയാകും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും എന്നുള്ള ഒരു വലിയ സാക്ഷ്യം നിങ്ങളിന്ന് പുറത്തു വരും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങൾ അല്പസമയം കൂടി ദൈവസന്നിധിയിൽ തുടരണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തിയുടെ വ്യാപാരമുണ്ട്. അവൻ്റെ ശക്തിയെ തേടുവിൻ, നിരന്തരം അവൻ്റെ മുഖം അന്വേഷിക്കുവിൻ. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.